ഫ്രണ്ട്സ്, എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഫസ്റ്റിലെ നോമ്പിൽ ഉണ്ടാക്കിയ കുറച്ച് വിഭവങ്ങളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ അന്ന് ഉണ്ടാക്കിയ കുറച്ച് റെസിപ്പീസൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റിലെ നോമ്പായതുകൊണ്ട് തന്നെ പത്തിരിയും ബീഫ് വരട്ടിയതും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ബീഫൊക്കെ രാവിലെ തന്നെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൺചട്ടിയിലാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ബീഫ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള, ഒരു തക്കാളി, പിന്നെ ഒരു 10 to 20 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ചെറുതായി അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ ബീഫ് വരട്ടിയതായതുകൊണ്ട് അവസാനം ഇത്തിരി ഉലുവ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേഗം അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് മൺചട്ടിയിലായതുകൊണ്ട് അടുപ്പത്താണ് വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടി നോക്കാം. അപ്പോൾ വേഗം പത്തിരിക്കുള്ളതൊക്കെ ഒന്ന് വാട്ടിയാൽ ആ പരിപാടി നോക്കാമെന്ന് വെച്ചിട്ട് വേഗം പത്തിരിപ്പൊടിയൊക്കെ എടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇനി വേഗം കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ പത്തിരിയൊക്കെ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ബീഫ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഈ ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം വേഗം തന്നെ പത്തിരി ചുട്ടെടുത്തു. അപ്പോൾ പത്തിരി ഗ്യാസ് സ്റ്റൗവിലാണ് ചുട്ടെടുത്തത്. അപ്പോൾ വേഗം പത്തിരി ചുട്ട് കഴിഞ്ഞപ്പോഴേക്കും ബീഫ് വരട്ടിയതും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു പത്തിരിയിലേക്ക്, പക്ഷെ അതിൻ്റെ റെസിപ്പിയൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ സ്നാക്കായിട്ട് ഒന്ന് കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു ഫോക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഇതുപോലെ മാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ബീഫ് നമ്മൾ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ സവാള നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അടിച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്ന് അടുപ്പെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ടൈം കൊണ്ട് ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് യോജിക്കുന്ന വിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ബീഫ് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഉണ്ടാക്കി വെച്ച ഈ കൂട്ട് വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു കട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഇത്രയും ഇവിടെ എല്ലാം കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ലറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ബ്രെഡ് ക്രംസ്, അതുപോലെ തന്നെ 2 മുട്ടയുടെ വെള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടിലും കൂടി ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വേഗം കട്ലറ്റ് സെറ്റ് ചെയ്തിട്ടെടുക്കുക. എല്ലാ കട്ലറ്റും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ കട്ലറ്റ്സ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ എല്ലാ കട്ലറ്റ്സും ഒന്ന് പൊരിച്ചെടുക്കുകയാണ്.
അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുന്നത് ലൈം ജ്യൂസാണ്. അപ്പോൾ ജ്യൂസ് ഉണ്ടായാലും ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ലൈം ജ്യൂസ് നിർബന്ധമാണ്. അപ്പോൾ വേഗം തന്നെ ഒന്ന് ലൈം ജ്യൂസ് ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ ലൈം ജ്യൂസും അഥവാ നാരങ്ങ വെള്ളം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഉള്ളത് തരിക്കഞ്ഞിയാണ്. ഇതിന് ചില സ്ഥലത്ത് തരി അല്ലെങ്കിൽ തരിക്കഞ്ഞിയൊക്കെ പറയും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതും വേഗം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഇത്തിരിയും കൂടി പാൽ ആഡ് ചെയ്തിട്ട് വേഗം ഫ്ലെയിമിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സ്നാക്കും കൂടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാദാ പൊക്കവട. അതിന് വേണ്ടിയിട്ട് 1.5 സവാള, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക് ഇവ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് കടലമാവ്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1/4 കപ്പ് തൈരാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊക്കവട നല്ല സോഫ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് ഇത്തിരി കളറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ പൊക്കവടക്കുള്ള മാവ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇപ്പോൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ പൊക്കോടൊക്കെ നല്ല മൊരിഞ്ഞ് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം കോരിയെടുക്കാം.
പൊക്കവടയെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജ്യൂസായിട്ട് ഇളനീർ ജ്യൂസാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം ഇളനീർ ജ്യൂസും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഇളനീറാണ്. അപ്പോൾ ഇതും കൂടി ഉണ്ടാക്കിയെടുത്താൽ പിന്നെ എല്ലാ വർക്ക്സും കംപ്ലീറ്റായി. ഇന്നത്തേക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറായിട്ടുണ്ടാവും. ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇളനീരിൻ്റെ തന്നെ വെള്ളമാണ്. എന്നാലേ ഈ ജ്യൂസിന് എക്സാക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വേഗം തന്നെ ജ്യൂസും നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആദ്യത്തെ നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി.